Power transmitted by the shaft. Main purpose of shaft എന്താ transmit power from one shaft to another ആണ് നമ്മുടെ ഷാഫ്റ്റിന്റെ മെയിൻ ഉദ്ദേശം. അതുപോലെ തന്നെ rotating shaft which transmit a torque T by rotating n revolution per minute by the application of a tangential force F Newton acting at the circumference of the shaft of radius r meter. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പവറാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അതായത് നമ്മുടെ ഷാഫ്റ്റിൻ്റെ പവർ ട്രാൻസ്മിറ്റഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ഇവിടെ നോക്കുന്നത്. നമ്മൾ നേരത്തെ നോക്കിയത് സ്ട്രെങ്തിൻ്റെ കാര്യമായിരുന്നു. അതിൽ നമ്മൾ ടോർക്കും ഇതൊക്കെ വെച്ച് ഷീയർ സ്ട്രെസ്സും ഒക്കെ വെച്ച് സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നു, ടോർക്ക് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ സ്ട്രെങ്ത് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടോർക്ക് വാല്യൂ കണ്ടുപിടിക്കുന്നതൊക്കെ ആയിരുന്നു കുറച്ച് മുമ്പേ ചെയ്തത്. ഇത് നമ്മൾ പവറാണ് കണ്ടുപിടിക്കുന്നത് ഇവിടെ. ഇപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഓൺ ദ ഷാഫ്റ്റ് പെർ മിനിറ്റ്. വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് മൂവ്ഡ് പെർ മിനിറ്റ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് മൂവ്ഡ് പെർ മിനിറ്റ് ആണ്. ഒരു ആംഗുലാർ ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ 2π എന്നാണ് പറയുന്നത്, 2πr എന്നാണ് പറയുന്നത്. ആ ഡിസ്റ്റൻസ് ആർക്ക് ആയതുകൊണ്ട്. അപ്പം ഫോഴ്സ് ഇൻറ്റു 2πrn, അതിൽ എഫ് ഇൻറ്റു റേഡിയസ്. ഫോഴ്സ് റൊട്ടേറ്റിംഗ് ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയും, ടോർക്ക് എന്ന് പറയും. അപ്പോൾ 2πnt എന്ന് വേണം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. എഫ് ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ ഇതായതുകൊണ്ട് ഏത് നമ്മുടെ അതായത് ആംഗുലാർ ആയതുകൊണ്ട് 2πrn എന്ന് കൊടുത്തു. അപ്പോൾ തന്നെ എഫ് ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു റേഡിയസ് ആണ് എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് ഫോഴ്സ് ആണ് എന്ന് പറയുമ്പോൾ ടോർക്കാണ്, ടി ആണ്. അപ്പോൾ 2πnt എന്ന് വരുന്നു. നെക്സ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണ്. സിൻസ് ദ വർക്ക് ഡൺ ഓൺ ദ ഷാഫ്റ്റ് പെർ സെക്കൻഡ് ഈസ് ദ പവർ ട്രാൻസ്മിറ്റഡ് ഇൻ ദ വാട്ട്സ്. അതായത് വർക്ക് ഡൺ ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്, അതിൽ സെക്കൻഡിലോട്ട് ആക്കിയാൽ മതി. അതായത് വർക്ക് ഡണ്ണിനെ സെക്കൻഡിലോട്ട് ആക്കിയാൽ മതി. അതായത് 2πnt/60 എന്ന് ചെയ്താൽ അതാണ് പവർ ട്രാൻസ്മിറ്റഡ് കേട്ടോ. പവർ ട്രാൻസ്മിറ്റഡ് ബൈ ദ ഷാഫ്റ്റ് വാട്ടിലാണ്, പവറിൻ്റെ യൂണിറ്റ് വാട്ട്. അതുപോലെ തന്നെ സ്പീഡ് RPM-ലാണ് തന്നിരിക്കുന്നത്. അതായത് നമ്മുടെ റെവല്യൂഷൻസ് പെർ മിനിറ്റ് RPM-ലാണ് തന്നിരിക്കുന്നത്. അത് n എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടി എന്ന് പറഞ്ഞാൽ ആവറേജ് ഓർ മീൻ ടോർക്ക് ഇൻ ന്യൂട്ടൺ മീറ്റർ ആണ്, ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ. ഇതിനെ നമ്മൾ പവർ ഇക്വേഷൻ എന്നും വിളിക്കാറുണ്ട്. ഏതാ P = 2πnt/60 എന്നുള്ളതിന് പവർ ഇക്വേഷൻ എന്നും പറയാറുണ്ട്. ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ T = T1 - T2 × R ആണ്. T1 എന്ന് പറഞ്ഞാൽ ടെൻഷൻ. ഇപ്പം ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിലത്തെ കാര്യം കേട്ടോ. ബെൽറ്റ് ഡ്രൈവ് പവർ ട്രാൻസ്മിഷൻ ബൈ ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിൽ അതിൻ്റെ ടോർക്ക് അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ ടൈറ്റ് സൈഡ് ഓഫ് ദ ബെൽറ്റ്, ടൈറ്റ് സൈഡിനാണ് T1 എന്നും, അതുപോലെ തന്നെ സ്ലാക്ക് സൈഡ് ലൂസായി കിടക്കുന്ന സൈഡിനെയാണ് സ്ലാക്ക് സൈഡ് എന്ന് പറയുന്നത്. അതിന് T2 എന്നും പറയുന്നു. R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ പുള്ളി ഇൻ mm ആണ്. അതായത് ട്വിസ്റ്റിംഗ് മൊമെന്റ് അല്ലെ ടോർക്ക് ഓഫ് ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിൽ കേട്ടോ. T = T1 - T2 × R. മറ്റേതെന്ന് പറഞ്ഞാൽ 2πnt/60. ഇത് ഓർത്തിരിക്കണം, ഒരു ബോക്സിലിട്ടേക്കുക. അതുപോലെ തന്നെ ഇത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ആംഗുലാർ വെലോസിറ്റിയുടെ ടൈമിലാണെങ്കിൽ 2πnt/60 എന്നുള്ളത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ആംഗുലാർ വെലോസിറ്റിയുടെ കേസിലാണ് 2πnt/60 എന്നുള്ളതിന് പകരം എന്താ 2πn/60 എന്ന് പറഞ്ഞാൽ ഒമേഗയാണ്. 2πn/60 എന്ന് പറഞ്ഞാൽ ഒമേഗയാണ്. അപ്പോൾ ഒമേഗ ഇൻറ്റു ടി എന്ന് പറയും. പി എന്ന് പറഞ്ഞാൽ പവർ ട്രാൻസ്മിറ്റഡ് ഇൻ വാട്ട്, ടി എന്ന് പറഞ്ഞാൽ ആവറേജ് ടോർക്ക് ന്യൂട്ടൺ മീറ്ററിൽ, ആംഗുലാർ സ്പീഡാണ് റേഡിയൻ പെർ സെക്കൻഡ്, ഒമേഗ. അതിൻ്റെ ഒരു സിമ്പിൾ പ്രോബ്ലം ചെയ്യാം.
Find the power transmitted by the shaft of 60 mm diameter at the speed of 100 rpm if the permissible shear stress is 50 megapascal. അങ്ങനെയാണ് കണ്ടുപിടിക്കാനായിട്ട്. ഫൈൻഡ് ദ പവർ ട്രാൻസ്മിറ്റഡ്. പവർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യും, എല്ലാ പ്രോബ്ലം ചെയ്ത് കിട്ടുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഗിവൺ ഡേറ്റ എഴുതണം. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ എഴുതാം. ഷാഫ്റ്റ് ഓഫ് ഡയമീറ്റർ 60 mm, ഡയമീറ്റർ 60 mm, ഓക്കെ മാർക്ക് എഴുതുക, ഗിവൺ ഡേറ്റ. അത് കഴിഞ്ഞ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ N ആണ്, RPM-ലാണ്, റെവല്യൂഷൻ പെർ മിനിറ്റിലാണ്. യൂണിറ്റ് മസ്റ്റായിട്ട് എഴുതിയിരിക്കണം. അതുപോലെ തന്നെ പെർമിഷണൽ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ടോ ഈക്വൽ ടു 50 മെഗാപാസ്കൽ. മെഗാപാസ്കൽ കൺവേർഷൻ ഒന്നുമില്ല, ന്യൂട്ടൺ പെർ mm² ആണ്, മില്ലിമീറ്റർ സ്ക്വയർ. അതുപോലെ തന്നെ സ്ട്രെങ്ത് ഇക്വേഷൻ കണ്ടുപിടിച്ച് എന്ത് കണ്ടുപിടിക്കാനാണ്, ടി കണ്ടുപിടിക്കാനാണ്. പവർ ഇക്വേഷൻ തന്നെ 2π/ND/60 അല്ലേ. 2π/ND/60ക്കകത്ത് ടി അറിയത്തില്ലല്ലോ, ടോർക്ക് അറിയത്തില്ല. അപ്പം ടി ഈസ് ഈക്വൽ ടു നമ്മുടെ ഷാഫ്റ്റ്, സോളിഡ് ഷാഫ്റ്റിൻ്റെ ഇക്വേഷൻ π/16 ഇൻറ്റു ടോ ഇൻറ്റു d³ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് തന്നിട്ടുള്ള ടോ അറിയാമല്ലോ, ടോ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഡി തന്നിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ട് എന്ത് കണ്ടുപിടിക്കുക, നമ്മുടെ ടോർക്ക് കണ്ടുപിടിക്കുക. ടോർക്ക് ന്യൂട്ടൺ മില്ലിമീറ്ററിലാണ് കിട്ടുന്നത്, കാരണം ഡി എല്ലാം മില്ലിമീറ്ററിലായിരുന്നു, ടോയും മില്ലിമീറ്ററിലായിരുന്നു. അതുകൊണ്ട് ടോർക്കും മില്ലിമീറ്ററാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വാട്ടിൽ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ന്യൂട്ടൺ മീറ്ററിൽ വേണം ചെയ്യാനായിട്ട്. പവറിന് വാട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് ന്യൂട്ടൺ മീറ്ററിൽ വേണം ചെയ്യാനായിട്ട്. ന്യൂട്ടൺ മീറ്ററിലാക്കാൻ വേണ്ടി സ്റ്റാൻഡേർഡ് മീറ്റർ എന്നുള്ളത് മീറ്ററിൽ വേണം കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ഇൻറ്റു 10⁻³ അല്ലെങ്കിൽ ബൈ 1000 ചെയ്താൽ എന്ത് കിട്ടും, ബൈ 1000 ചെയ്താൽ നമ്മുടെ ന്യൂട്ടൺ മീറ്ററിൽ കിട്ടും. അതായത് ഇപ്പോൾ കിട്ടിയ ന്യൂട്ടൺ മില്ലിമീറ്റർ എന്നുള്ളത് ബൈ 1000 ചെയ്യുമ്പോൾ ന്യൂട്ടൺ മീറ്ററിലാവും. ഇതിൻ്റെ ഇൻറ്റു 10⁻³ കൊടുത്താലും മതി, ഇൻറ്റു 10⁻³ കൊടുത്താലും മതി, അല്ലെങ്കിൽ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10⁻³ എന്ന് കൊടുക്കുന്നത്, ഡിവിഷൻ ആയതുകൊണ്ടാണ് മൈനസ് വന്നേക്കുന്നത്. അതുപോലെ അപ്പം അടുത്തത് പവർ ട്രാൻസ്മിറ്റഡ് ബൈ ഷാഫ്റ്റ്. അങ്ങനെയാണെങ്കിൽ 2π/ND/60 നമ്മുടെ ഇക്വേഷൻ. ടി നമുക്കിപ്പോൾ കിട്ടി, ടി എടുത്തിട്ട് കൊടുക്കുക, 2π/ND/60. എന്നെ നമുക്കറിയാം, തന്നിട്ടുണ്ട്, 100 തന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നമുക്ക് ആൻസർ കിട്ടും ഇത്ര വാട്ട് എന്നുള്ളതിനെ ബൈ 1000 ചെയ്താൽ ഇത്ര കിലോ വാട്ടെന്ന് കിട്ടും. അതായത് 22,206/1000 ചെയ്താൽ 22 കിലോ വാട്ടെന്ന് നിങ്ങൾക്ക് വേണേൽ ആൻസർ എഴുതുക. അപ്പോൾ പവർ ട്രാൻസ്മിറ്റഡ് ബൈ ദ ഷാഫ്റ്റ് ഈസ് 22 കിലോ വാട്ട്. റിസൾട്ട് എടുത്ത് എഴുതുക. ആ പ്രോബ്ലം അത്രേ ഉള്ളൂ. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ മാക്സിമം സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് ഓഫ് ഡയമീറ്റർ 150 mm. അതായത് ഡി തന്നിട്ടുണ്ട്. When the shaft transmits 150 കിലോവാട്ട് എന്ന് തന്നിട്ടുള്ള എന്താണ് തന്നിരിക്കുന്നത്, പവർ തന്നിട്ടുണ്ട്, അറ്റ് 150 RPM നമ്മുടെ സ്പീഡ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ മാക്സിമം സ്ട്രെസ്, അതായത് ടോയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റ എടുത്തെഴുതുക. ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഡി 150 mm. ഓക്കെ. പിന്നെ പവർ ട്രാൻസ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ പി ഈക്വൽ ടു 150 കിലോ വാട്ട് എന്നുള്ള വാട്ടാക്കാനായിട്ട് 150 × 10⁻³ വാട്ട്, അതായത് ഒരു ഇൻറ്റു 1000 ചെയ്യണം. കിലോ വാട്ടിനെ വാട്ടാക്കാൻ ഇൻറ്റു 1000, തിരിച്ചാണെങ്കിൽ ബൈ 1000. സ്പീഡ് ഓഫ് ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ക്യാപിറ്റൽ N 150 180 RPM തന്നിട്ടുണ്ട്. എന്ത് ചെയ്യുക, നമ്മുടെ പവറിൻ്റെ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കുക. നമുക്കപ്പം എന്ത് കിട്ടും, ടോർക്ക് കിട്ടും. P = 2π/ND/60. അപ്പോൾ ടി ഈക്വൽ എന്നായിരിക്കും 60 ഇങ്ങോട്ട് പോരണം, ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ പോലെ 60 × 60 × P. അതുപോലെ തന്നെ തിരിച്ച് എന്ത് വരും, 2πN ടി അല്ലേ കണ്ടുപിടിക്കണ്ടേ. ഓക്കെ. അപ്പോൾ 60p/2πN എന്ന് പറഞ്ഞാൽ തൊട്ടിട്ട് നമുക്കറിയാവുന്ന വാല്യൂസ് എല്ലാം ഇട്ട് കൊടുക്കുക. ആൻസർ കിട്ടും ഇത്ര ന്യൂട്ടൺ മീറ്ററിന് കിട്ടും. കാരണം വാട്ടിലാണ് നമുക്ക് തന്നേക്കുന്നതുകൊണ്ട് കേട്ടോ. പവർ വാട്ടിൽ തന്നേക്കുന്നതുകൊണ്ടാണ് ഇത്ര ന്യൂട്ടൺ മീറ്ററിന് കിട്ടുന്നത്. അത് നമ്മൾ മാറ്റി ന്യൂട്ടൺ മില്ലിമീറ്റർ ആക്കുക. പവറിൻ്റെ കാര്യത്തിൽ മാത്രം ഒന്ന് ഓർത്താൽ മതി. ന്യൂട്ടൺ മീറ്ററിലാണ് പ്രോബ്ലം ചെയ്യുന്നത്. ന്യൂട്ടൺ മീറ്റർ എന്നുള്ളത് മീറ്റർ ആക്കുക. സ്ട്രെങ്ത് ഇക്വേഷൻ ഒരു സോളിഡ് ഷാഫ്റ്റ് ആയിട്ട് തന്നെ സ്ട്രെങ്ത് ഇക്വേഷൻ എന്നാ π/60 × ടോ × d³. സ്ട്രെങ്ത് ഇക്വേഷൻ നമ്മൾ നേരത്തെ ആദ്യം തൊട്ട് പഠിച്ചത്. അതിലോട്ടിട്ട് എന്ത് കൊടുക്കുക, ടോ ആണ് കണ്ടുപിടിക്കുന്നത്. ടോ കണ്ടുപിടിക്കുമ്പോൾ എന്നാ 16 × T എന്നാ π × d³.
അപ്പോൾ ഇട്ട് കൊടുക്കുക 16 ഇൻറ്റു ടി എന്നുള്ളത് ഇവിടെ കിട്ടി. അതിലോട്ട് ഇൻറ്റു 10⁻³ അതിൻ്റെ കൊണ്ട് ഉള്ളതാണ് കേട്ടോ. ബൈ പൈ ഇൻറ്റു ഡി ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡി എത്രയാണ്? 150 mm. അത് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 12 Nm/m² എന്ന് കിട്ടും. Nm/m² എന്നുള്ളത് മാറ്റേണ്ട, 12 MPa തന്നെയാണ്, സെയിം ആണ്. റിസൾട്ട് ആയിട്ട് എഴുതുക. മാക്സിമം ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ഷാഫ്റ്റ് ഈസ് 12 mm. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. എ ഹോളോ ഷാഫ്റ്റ് ഓഫ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഡയമീറ്റർ. ഹോളോ ഷാഫ്റ്റ് ആണ്, ഇന്റേണൽ എക്സ്റ്റേണൽ ഡയമീറ്റർ തന്നിട്ടുണ്ട്. എക്സ്റ്റേണൽ ഡയമീറ്റർ 120 mm, ഇന്റേണൽ ഡയമീറ്റർ 50 mm ആണ്. പവർ ട്രാൻസ്മിറ്റഡ് തന്നിട്ടില്ല, പകരം തന്നിരിക്കുന്ന സ്പീഡ് 100 RPM തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ പവർ ട്രാൻസ്മിറ്റഡ് ആണ്. ഷിയർ സ്ട്രെസ് നോട്ട് എക്സീഡ് എന്ന് പറഞ്ഞ് 45 MPa എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ എടുത്തെഴുതാം. ഔട്ടർ ഡയമീറ്റർ DO 125 mm, ഇന്നർ ഡയമീറ്റർ 50 mm തന്നിട്ടുണ്ട്. നമുക്ക് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഡയമീറ്റർ അറ്റ് 125 ആൻഡ് എന്തായാലും ഹൈ വാല്യൂ ആയിരിക്കുമല്ലോ ഔട്ട്സൈഡ്, കൂടുതൽ വാല്യൂ ഔട്ട്സൈഡിലായിരിക്കുമല്ലോ ഡയമീറ്റർ നോക്കും. അപ്പോൾ N തന്നിട്ടുണ്ട് RPM-ൽ, N = 100 RPM തന്നിട്ടുണ്ട്. ടോ തന്നിട്ടുണ്ട്, ഷിയർ സ്ട്രെസ് 45 Nm/m² തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇക്വേഷൻ എന്നായിരുന്നു? അതായത് ടോർക്ക് ഏതിൻ്റെ? സ്ട്രെങ്ത് ഇക്വേഷൻ ഏതിൻ്റെ ആയിരുന്നു? നമ്മുടെ ഇത് ഹോളോ ഷാഫ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ T = π/60 ഇൻറ്റു ടോ ഇൻറ്റു DO ക്യൂബ് ഇൻറ്റു 1 - K⁴. ഇത് നിങ്ങൾ അവിടെ ബോക്സിലിട്ട് പഠിക്കേണ്ടതാണ്. ഹോളോ ഷാഫ്റ്റിൻ്റെയും അതുപോലെ തന്നെ സോർ ഷാഫ്റ്റിൻ്റെയും എന്ത് ഇക്വേഷൻ പഠിക്കണം? സ്ട്രെങ്ത് ഇക്വേഷൻ പഠിക്കണം. പവർ ഇക്വേഷൻ പഠിക്കണം, സ്ട്രെങ്ത് ഇക്വേഷൻ പഠിക്കണം. ഇപ്പോൾ പവർ ഇക്വേഷനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്ട്രെങ്ത് ഇക്വേഷൻ നേരത്തെ പഠിച്ചു. അപ്പോൾ π/60 ഇൻറ്റു ടോ 45 ഇൻറ്റു ഡി എത്രയാ? 125 ഇൻറ്റു ക്യൂബ് 1 - K കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? K കണ്ടുപിടിക്കാൻ DI/DO എന്ന് പറഞ്ഞു. DIU അറിയാം, DOU അറിയാം. DI/DO എന്ന് പറഞ്ഞു. DIU അറിയാം, DOU അറിയാം. 50/125 എന്ന് പറഞ്ഞാൽ 0.4. അതെല്ലാം ഇട്ട് കൊടുക്കുക. ആൻസർ കിട്ടും. ഇത്ര Nm എന്ന് കിട്ടും. പവർ കണ്ടുപിടിക്കുമ്പോൾ മാത്രം Nm മാറ്റുക. Nm മാറ്റുന്ന എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരമാണ് ഇൻറ്റു 10⁻³ എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് തന്നെയാണ്, സെയിം ആണ്. പവറിൻ്റെ ഇക്വേഷൻ എന്നാ? 2π/NT/60. 2π ഇൻറ്റു N 100 ആണ്. T എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ഇപ്പം കണ്ടുപിടിച്ച വാല്യൂ ഉണ്ട്, കണ്ടുപിടിച്ച ഈ വാല്യൂ ഉണ്ട്, അത് /60. നിങ്ങൾക്ക് ഇത്രയും വാട്ടെന്ന് കിട്ടും. അത് കിലോ വാട്ട് ആകാൻ വേണ്ടിയിട്ട് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 3 0 മാറ്റിയിട്ട് 126.1 എന്നുള്ളത് കുത്തില്ല. ഇത്രേ ഉള്ളൂ ഇത്. റിസൾട്ട് എഴുതുക. പവർ ട്രാൻസ്മിറ്റഡ് ബൈ ഹോളോ ഷാഫ്റ്റ് ഈസ് 176.1 kW. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. A hollow shaft having an inside diameter 60% of its outside diameter and has to transmit 200 kW at 80 RPM if the shear stress is not to exceed 60 MPa. Find the diameter of shaft. തന്നിരിക്കുന്നത് എന്തൊക്കെയാന്ന് നോക്കാം. ഇൻസൈഡ് ഡയമീറ്റർ ഔട്ട്സൈഡ് തന്നിട്ടില്ല, പകരം റിലേഷൻ തന്നിട്ടുണ്ട്. എന്ത് തന്നിരിക്കുന്നു? ഇൻസൈഡ് ഡയമീറ്റർ 60% ഓഫ് ഔട്ട്സൈഡ് ഡയമീറ്റർ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? DI = 60% ഓഫ് ഔട്ട്സൈഡ് ഡയമീറ്റർ, അതായത് 0.6. അതായത് DI = 0.6 D0. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? DI/D0 എന്ന് പറഞ്ഞാൽ K ആണ്. അത് നമുക്ക് കിട്ടി. എന്ത് കിട്ടി? 0.6 എന്ന് കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത നമുക്ക് തന്നിരിക്കുന്നത് ഹാസ് ടു ട്രാൻസ്മിറ്റ് 200 kW. കിലോവാട്ടിൽ തരുന്ന എന്തായിരിക്കും? പവർ. അതുപോലെ തന്നെ RPM തരുന്ന എന്തായിരിക്കും? സ്പീഡ് N. അതുപോലെ തന്നെ 60 MPa എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഷിയർ സ്ട്രെസ് ടോ. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂ ഒക്കെ എഴുതാം. ഗിവൺ ഡേറ്റ എന്ന് കൊടുക്കുക. ഇൻസൈഡ് ഡയമീറ്റർ DI = 60% ഓഫ് ഔട്ട്സൈഡ് ഡയമീറ്റർ, അതായത് 0.6 ഇൻറ്റു ഔട്ട്സൈഡ്. DO പവർ ട്രാൻസ്മിറ്റഡ് P = 200 kW. 200 kW എന്നുള്ളതിൻ്റെ ഒരു വാട്ടാക്കാനായിട്ട് എന്ത് ചെയ്യാം? 10⁻³ ആണ് ചെയ്യേണ്ടത്.
അതുപോലെ തന്നെ 80 ആർ പി എമ്മും കൂടെ ഉണ്ട്. ഇവിടെ ഈ 10⁵ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ അവർ ഈ 200ന്റെ 2 പൂജ്യവും പിന്നെ 10⁵3യുടെ 3 പൂജ്യവും കൂടെ ചേർത്ത് എന്ത് ചെയ്തു 10⁵ എന്നങ്ങ് ഒരുമിച്ച് എഴുതിയേക്കുവാണേ. ഒരു കൺഫ്യൂഷൻ വേണ്ട. അതായത് 2 × 10⁵2 അല്ലേ ഈ 200 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു 10⁵2ന്റെ ഒരു 2ഉം, അതായത് ഒരു 2 10ഉം ഒരു 3 10ഉം, അതായത് കിലോ വാട്ടിൻ്റെ ഒരു 10⁵3യും ഈ 200ന്റെ 10⁵2 കൂടെ കൂടി 2 × 10⁵5 വാട്ട് എന്ന് എഴുതിയേക്കുന്നതാണ്. നെക്സ്റ്റ് 80 ആർ പി എം തന്നിട്ട് അത് സ്പീഡാണ്. അതുപോലെ തന്നെ ടോ എന്ന് പറഞ്ഞാൽ 60 MPa മെഗാപാസ്കൽ. ഒന്നും ചെയ്യേണ്ട. di/d0 നമ്മൾ പറഞ്ഞ പോലെ തന്നെ di/d0 എന്തായി, ഡയമീറ്റർ റേഷ്യോ കിട്ടി 0.6 തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 0.6 d0 ആണ് di എന്ന് തന്നിട്ടുണ്ട്. അപ്പം 0.6 DO/DO ഈക്വൽ ടു DO പോയി 0.6 വേണ്ട, ഇത്ര പെർസെൻറ്റ് തന്നിട്ടുണ്ടല്ലോ. ഇനി പവർ ട്രാൻസ്മിറ്റഡ് ബൈ ദ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ 2π/NT/60 ആണ്. പഠിച്ചു വയ്ക്കണം. നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് T = 60p/2πN. ഈ T ആണല്ലോ നമ്മുടെ ടോർക്ക്. T = 60p/2πN താഴോട്ട് ക്ലോസ് ആയിട്ട്. അപ്പം ഇട്ട് കൊടുക്കുക തന്നിരിക്കുന്ന വാല്യൂസൊക്കെ. 60 × 2 × 10⁵/2π × 80 തന്നിട്ടുണ്ട്. അത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ഇത്ര ന്യൂട്ടൺ മീറ്ററിന് കിട്ടും. ടോർക്ക് ആയതുകൊണ്ട് നമ്മൾ പിന്നെ അതിനെന്ത് ചെയ്യും, MM ആക്കാനായിട്ട് ഒരു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 10⁵3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് MM-ലാക്കാനായിട്ട്. ഇനി സ്ട്രെങ്ത് ഇക്വേഷൻ. ടോയാണ് കണ്ടുപിടിക്കേണ്ടത്. ലാസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത് ഏതാ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ടോ അല്ല, ഡയമീറ്റർ. ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് എന്താ, സ്ട്രെങ്ത് ഇക്വേഷൻ വെച്ച് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന ടോർക്ക് ട്രാൻസ്മിറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ടോർക്ക് ട്രാൻസ്മിറ്റഡ് ഇതിൻ്റെ സ്ട്രെങ്ത് ഇക്വേഷൻ വെച്ചുള്ളത് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, DO കിട്ടാനാണ്. ഇപ്പോൾ പവറും ടോർക്കും തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്തേക്കുന്നത്. എന്നിട്ട് ടോർക്ക് കണ്ടുപിടിച്ചു. അപ്പോൾ ഒരു സൈഡ് കിട്ടിയല്ലോ. ഇനി എന്ത് ചെയ്യും, ടോർക്ക് ട്രാൻസ്മിറ്റഡിൻ്റെ ഇക്വേഷൻ എടുക്കും. ക്യാപിറ്റൽ T = π/16 × ടോ × DO³ × 1 - k⁴. അപ്പോൾ D ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡയമീറ്റർ ഔട്ട്സൈഡ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, DO ആണ്. അപ്പോൾ √16T തിരിച്ച് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്പിൾ 16T / π × ടോ × അതൊക്കെ താഴോട്ട് വരും. π × ടോ × എന്ത് വരും, D കണ്ടുപിടിക്കേണ്ടത്. അവിടെ D വരണ്ട. DO³ = എന്ത് വരും, 16T / π താഴോട്ട് പോയി, ടോ താഴോട്ട് പോയി, 1 - k⁴ താഴോട്ട് പോയി. അപ്പോൾ ഇത് D³ ആണത്. D എന്ന് കണ്ടുപിടിക്കാൻ എന്താ, √16T / π ടോ × 1 - ഓക്കെ, അതിലോട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് എല്ലാ വാല്യൂ അറിയാം. T ഇതിൽ നിന്ന് അറിയാം. അതുപോലെ തന്നെ പൈ ടോ വാല്യൂ ഒരു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ K വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 132 എന്ന് കിട്ടും. സ്റ്റാൻഡേർഡ് സൈസിലോട്ട് മാറ്റണം. സ്റ്റാൻഡേർഡ് സൈസ് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു. 140 ആണ് സ്റ്റാൻഡേർഡ് സൈസ്. അതായത് ഷാഫ്റ്റ് കിട്ടുന്ന 140. അപ്പം അതിൻ്റെ തൊട്ട് മുകളിലത്തെ സൈസ് എടുക്കുക. നമുക്ക് കിട്ടിയ വാല്യൂ 32 സൈസ് വേണം. പക്ഷേ നമുക്ക് കടയിൽ കിട്ടുന്നത് 140. അപ്പോൾ 140 അങ്ങ് മേടിക്കും. അങ്ങനെ ആ ഒരു ഉദ്ദേശത്തിലാണ് സ്റ്റാൻഡേർഡ് സൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഇൻസൈഡ് ഡയമീറ്റർ നമുക്ക് കിട്ടി. ഔട്ട്സൈഡ് ഡയമീറ്റർ ഇപ്പോൾ കിട്ടി. ഇൻസൈഡും കൂടെ കണ്ടുപിടിക്കുക. അപ്പോൾ പിന്നെ 0.6 × D ഔട്ട്സൈഡാണ് ഇൻസൈഡ് ഡയമീറ്റർ. അതുകൂടെ കിട്ടും. ഓക്കെ. ഈ പ്രോബ്ലത്തിൽ a solid steel shaft will be required to transmit 60 kW at 70 rpm. The maximum torque is 30% greater than the mean torque. അതാണ് നിങ്ങളിവിടെ ഒന്ന് ഓർത്തിരിക്കേണ്ടത്. And the limit of torsional stress is 55 MPa. What is the suitable diameter of the shaft? അപ്പോൾ പവർ ട്രാൻസ്മിറ്റഡ് എന്ന് പറഞ്ഞ് 60 kW. അപ്പം 60 kW എന്നുള്ളത് വാട്ടാക്കി × 10⁵3 ഇട്ടപ്പോൾ വാട്ടായി. സ്പീഡ് ഓഫ് ഷാഫ്റ്റ് N 70 rpm revolution/minute. അതുപോലെ തന്നെ മാക്സിമം ടോർക്ക് ഈ നമ്മുടെ മീൻ ടോർക്കിനെക്കാട്ടിലും, അതായത് മീൻ ടോർക്കാണ് നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്നത്. മീൻ ടോർക്കിനെക്കാട്ടിലും
ഗ്രേറ്റർ 30% ഗ്രേറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം രണ്ടും മീൻ ടോർക്കും പോരാ, അതായത് 130 എന്നുള്ള രീതിയിൽ വരണം. 130 കണ്ട് കൺസിഡർ 100% പോരാ. മീൻ്റെ 100% മീനും പ്ലസ് ഒരു 30 കൂടി, അപ്പം 130 എന്നുള്ള രീതിയിൽ അത് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം അത് നമ്മൾ പെർസെൻറ്റേജ് മാറ്റി നമ്പറിലോട്ടാക്കുമ്പോഴോ, അതായത് 60% എന്നുള്ളത് 0.6 d എന്നൊക്കെ എഴുതുന്ന പോലെ ഇത് 30% ഗ്രേറ്റർ ദാൻ മീൻ ടോർക്ക് എന്ന് പറയുമ്പോൾ 1.3 എന്ന് എടുക്കണം. 130/100 എന്നുള്ള രീതിയിൽ 1.3 മീൻ എടുക്കണം. അതാണ് ഈ വ്യത്യാസം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 30% ഗ്രേറ്റർ ദാൻ മീൻ ടോർക്ക് എന്ന് കൊടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കണം. അപ്പോൾ ഇനി ബാക്കി നോർമലായിട്ട് തന്നെ ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്, ടോ തന്നിട്ടുണ്ട് 50 MPa എന്നുള്ളത് ഒന്നും ചെയ്യണ്ട. അതുപോലെ തന്നെ പവറിൻ്റെ ഇക്വേഷൻ എന്നാ 2π/ND/60. 2π/ND/60. ഇനി ടി മീൻ നമ്മൾ കണ്ടുപിടിക്കുക. ടി മീൻ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാ? 60. അപ്പം ടി മീൻ ഇതാണ് ടി മീൻ. അപ്പം എങ്ങനെയാ? 60p/2πn. 60p തന്നിട്ടുണ്ട്, എന്നും തന്നിട്ടുണ്ട്, ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇത്ര ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടി. അത് കാരണം പി വാല്യൂ ആയതുകൊണ്ടാണ്, അങ്ങനെ വാട്ടിലായതുകൊണ്ടാണ്. അല്ലെ, പി വാല്യൂ എപ്പോഴും കിട്ടുന്നത് നമ്മൾ പറഞ്ഞു ന്യൂട്ടൺ മീറ്ററിലാണ് കിട്ടുന്നത്. അത് മില്ലിമീറ്ററിലോട്ട് മാറ്റിക്കോണം. മില്ലിമീറ്ററിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 10⁻³ ന്യൂട്ടൺ മീറ്റർ എന്നുള്ളത് മില്ലിമീറ്ററിലോട്ട് മാറ്റാനായിട്ട് 1000 കൊണ്ട് ഗുണിക്കണം. അടുത്തത് മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞാൽ 1.3 ടി മീനാന്ന് പറഞ്ഞു. അപ്പോൾ എന്താ മാക്സിമം ടോർക്കും ഇവിടെ നമുക്ക് കിട്ടും. 1.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ടോർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്ട്രെങ്ത് ഇക്വേഷനിൽ അറിയാം. ഇത് ഏത് ഷാഫ്റ്റാന്ന് നോക്കുക. ഇതൊരു സോളിഡ് ഷാഫ്റ്റാണ്. π/16 × ടോ × d³ സോളിഡ് ഷാഫ്റ്റിൻ്റെ സ്ട്രെങ്ത് ഇക്വേഷൻ. അതിലോട്ട് ഏതാ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ സ്യൂട്ടബിൾ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെ കണ്ടുപിടിക്കും? 16 × t. അതുപോലെ പൈ താഴോട്ട് പോരും, ടോയും താഴോട്ട് പോരും. ഓക്കെ, അപ്പം 16t/π. ഇപ്പം d³ ആയിരുന്നത്. d എന്ന് പറയുമ്പം √16t/π. അതിലോട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് 99.51 ആൻസർ കിട്ടും. അത് അടുത്തുള്ള ഡയമീറ്റർ മാത്രം ഇങ്ങനെ സെറ്റിൽ ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ അടുപ്പിച്ചുള്ള ഡയമീറ്റർ ഷാഫ്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് സൈസിലോട്ട് മാറ്റുന്ന ഡയമീറ്ററിൻ്റെ കാര്യം മാത്രം, ബാക്കി വാല്യൂസ് ഒന്നും ചെയ്യേണ്ട. അപ്പോൾ റിസൾട്ടായിട്ട് എഴുതുക സ്യൂട്ടബിൾ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ 100 mm. പവർ ട്രാൻസ്മിറ്ററിൻ്റെ ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. എ സോളിഡ് ഷാഫ്റ്റ് ഈസ് ട്രാൻസ്മിറ്റിംഗ് 1 MW at 240 RPM. Determine the diameter of the shaft if the maximum torque transmitted exceeds the torque by 20%. ഇത് നേരത്തെ സിമിലർ ആണ്. എക്സീഡ്സ് ദ മീൻ ടോർക്ക് ബൈ 20% പറഞ്ഞിട്ടുണ്ട്. ടേക്ക് മാക്സിമം അറോവൽ സ്ട്രെസ് 60 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കും? ഗിവൺ ഡേറ്റാസ് എടുത്തെഴുതുക. ഗിവൺ ഡേറ്റാസ് എഴുതുമ്പോൾ പവർ ട്രാൻസ്മിറ്റഡ് പി 1 MW തന്നിട്ടുണ്ട്. മെഗാവാട്ടിനെ നമ്മൾ വാട്ടിലോട്ട് മാറ്റുമ്പോൾ 10⁶. അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ഷാഫ്റ്റ് 240 RPM തന്നിട്ടുണ്ട്. അടുത്തെഴുതുക. അടുത്തത് മാക്സിമം ടോർക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്ന മാക്സിമം ടോർക്ക് ട്രാൻസ്മിറ്റഡ് എക്സീഡ്സ് ദ മീൻ ടോർക്ക് ബൈ 120. ഞാൻ പറഞ്ഞു അത് 1/20 എന്ന് എടുക്കുമ്പോൾ 100% പ്ലസ് 20 വേണ്ടത്. 100% ഉണ്ട്, അതായത് മീനിൻ്റെ 100% അതിനെക്കാട്ടിലും 20 കൂടുതൽ എന്നുള്ള രീതിയിൽ എടുക്കണം. അപ്പോൾ 120 എടുക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെ 120 എടുക്കുന്നതുകൊണ്ടാണ് 120/100 1.2 എന്നുള്ള രീതിയിൽ എടുക്കണം. 120/100 1.2, അങ്ങനെ അത്രയും ടി മീൻ എടുക്കണം. അതായത് 100% ടി മീനെക്കാട്ടിലും 20 വേണ്ടേ, കൂടുതൽ വേണ്ടേ. ടി മീനും വേണം, അതിൻ്റെ കൂടെ 20% കൂടുതലും വേണം. അതുകൊണ്ടാണ് 1.2 എടുക്കുന്നത് കേട്ടോ. അതുപോലെ ഇപ്പം നേരത്തെ നമ്മൾ 1.3 എടുത്ത പോലെ തന്നെ മാക്സിമം അലോവൽ സ്ട്രെസ് ടോ തന്നിട്ടുണ്ട്. 60 എന്ന് എടുത്തോളാൻ പറഞ്ഞ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് മീൻ ടോർക്ക് കണ്ടുപിടിക്കാൻ 60p/2πn. 60p 1 × 10⁶. അതുപോലെ തന്നെ n എന്ന് പറഞ്ഞാൽ 240 ആണ്. നമുക്ക് വാല്യൂ കിട്ടും. നമ്മൾ പി വാല്യൂ ആയതുകൊണ്ട് പി വാല്യൂ ഇട്ട് കൊടുത്ത് കിട്ടുന്ന ടോർക്ക് ആയതുകൊണ്ട് എന്തായിരിക്കണം? അത് ന്യൂട്ടൺ മീറ്ററിലായിരിക്കും. അതിനെ മാറ്റി
എന്തിലോട്ടാക്കണം? എമ്മിലോട്ടാക്കാനായിട്ട് എന്ത് ചെയ്യണം? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് ടി മാക്സ് കണ്ടുപിടിക്കുന്നതിന് 1.2 ഇൻറ്റു ടി മീനാണ് ടി മാക്സ്. അപ്പോൾ അതെന്തിട്ട് ഇട്ട് കൊടുക്കുക, അത്രയും ന്യൂട്ടൺ മില്ലിമീറ്റർ. ഇനി സ്ട്രെങ്ത് ഇക്വേഷനിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്? ഡിറ്റർമൈൻ ദ ഡയമീറ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏതിട്ട് കൊടുക്കുക? നമ്മുടെ സ്ട്രെങ്ത് ഇക്വേഷനിലോട്ട് π/60 ഇൻറ്റു ടോ ഇൻറ്റു ഡി ക്യൂബ്, π/60 ഇൻറ്റു ടോ ഇൻറ്റു ഡി ക്യൂബ്, അതിലോട്ട് ഡി കണ്ടുപിടിക്കുക. സോളിഡ് ഷാഫ്റ്റ് ആണ്, DOയും DOയും ഒന്നും ആവശ്യമില്ല. ക്യൂബ് റൂട്ട് ഓഫ് 16t/π ഇൻറ്റു ടോ. അവിടെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് എപ്പോഴും മാക്സ് വാല്യൂ ആണ്. ടി മാക്സിൻ്റെ ഇക്വേഷനാണ് സ്ട്രെങ്ത് ഇക്വേഷൻ്റെ അകത്ത് പറയുന്നത്. അതുപോലെ തന്നെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എന്നാ 16 ഇൻറ്റു ടി മാക്സിൻ്റെ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. π ഇൻറ്റു 60 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. ആൻസർ കിട്ടും 159 കിട്ടും. ഞാൻ പറഞ്ഞു ഡയമീറ്റർ ആയതുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാൻഡേർഡൈസ് ചെയ്ത് 160 mm എന്നുള്ള രീതി കറക്റ്റ് ചെയ്ത് എഴുതണം. ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് റിസൾട്ടായിട്ട് എഴുതുക. ഡയമീറ്റർ ഓഫ് ദ സോളിഡ് ഷാഫ്റ്റ് ഈസ് 160 mm. ഇതാണ് പവർ ഉപയോഗിച്ചുള്ളത്. അതായത് പവർ ട്രാൻസ്മിറ്റഡ് ഉപയോഗിക്കുന്നുണ്ട്. പവർ ട്രാൻസ്മിറ്റഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്.